ഹായ്, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് വന്ന ചന്ദ്രികയിൽ ഇന്ന് ഏപ്രിൽ 12 ഞായറാഴ്ച വന്ന ചന്ദ്രികയിൽ നിരീക്ഷണ പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് നോക്കാം. നെഞ്ചിൽ തീയുമായി CPM എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം. ഫിർദൌസ് കായൽപ്പുറമാണ് ഇന്നത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നിയോജക മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ കാര്യങ്ങൾ കൈവിട്ടി പോകുന്നതിൻ്റെ സൂചനകളാണുള്ളത്. പോളിംഗിന് മുമ്പ് വിജയമുറപ്പിച്ച പല മണ്ഡലങ്ങളിലും വോട്ടെടുപ്പിന് ശേഷം അടിപതറുന്ന കണക്കുകളാണ് പ്രാദേശിക നേതൃത്വങ്ങൾ നൽകുന്നത്. എന്നാൽ മെയ് 4 ഫലം വരുന്നതുവരെ സംസ്ഥാന ഘടകത്തെ ആശ്വസിപ്പിച്ച് നിർത്താനാണ് പരാജയ സാധ്യതകൾ കൂടുതൽ എടുത്തു പറയാതെ വിജയമുറപ്പാണെന്ന മട്ടിലാണ് ജില്ലാ നേതൃത്വങ്ങൾ കണക്കുകൾ നൽകിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. എങ്ങനെയും ഭരണ തുടർച്ച എന്ന ലക്ഷ്യവുമായാണ് പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തി CPM നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക വിലയിരുത്തലിൽ തലപുകയുകയാണ് അവർ. കണക്കുകളിലെ കാലന്മാർ എന്നാണല്ലോ ഒരു കാലത്ത് ഇവരെ വിശേഷിപ്പിച്ചിരുന്നത്. ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറിയും അവിടെ നിന്ന് ജില്ലാ സെക്രട്ടറിക്കും അവിടെ നിന്ന് ജില്ലാ സെക്രട്ടറിക്കും കണക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടേറിയറ്റ് ചേർന്ന് കൈയടിച്ച് പിരിയേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ. എന്നാൽ കാലം മാറി. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നേതാക്കൾ കൂട്ടിയ കണക്കുകളൊന്നും ശരിയാവുന്നില്ല. ഇന്നലെയാണ് കണക്കുകൾ മേൽത്തട്ടിലേക്ക് കൈമാറിയത്. നിയോജകമണ്ഡലം ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൻ്റെ സൂചനകളാണുള്ളത്. പോളിംഗിന് മുമ്പ് വിജയമുറപ്പിച്ച പല മണ്ഡലങ്ങളിലും വോട്ടെടുപ്പിന് ശേഷം അടിപതറുന്ന കണക്കുകളാണ് പ്രാദേശിക നേതൃത്വങ്ങൾ നൽകുന്നത്. എന്നാൽ മെയ് 4 ഫലം വരുന്നതുവരെ സംസ്ഥാന ഘടകത്തെ ആശ്വസിപ്പിച്ച് നിർത്താനായി പരാജയ സാധ്യതകൾ കൂടുതൽ എടുത്തു പറയാതെ വിജയമുറപ്പാണെന്ന മട്ടിലാണ് ജില്ലാ നേതൃത്വങ്ങൾ കണക്കുകൾ നൽകിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചില സിറ്റിംഗ് സീറ്റുകളിൽ വിജയസാധ്യത കുറവാണെന്ന ഭീതിയും മന്ത്രിമാരിൽ പലരും പരാജയപ്പെടുമെന്ന നിഗമനവുമാണ് ആശങ്കപ്പെടുത്തുന്നത്. അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചാൽ പാർട്ടി തോറ്റുവെന്ന സന്ദേശമാകും അതെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം എറണാകുളത്ത് തൃപ്പൂണിത്തറ തിരിച്ചുപിടിക്കാമെന്നും കൊല്ലത്ത് 9 സീറ്റുകൾ വരെ നേടാമെന്നുമുള്ള കണക്കുകൾ നൽകി പ്രാദേശിക നേതൃത്വം താൽക്കാലിക ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണ 13 സീറ്റുകളും പിടിച്ച തിരുവനന്തപുരത്ത് ഇത്തവണ കടുത്ത മത്സരമാണ് നടന്നതെന്ന് പാർട്ടി വിലയിരുത്തുന്നു. 5 മുതൽ 7 വരെ സീറ്റുകൾ കൈവിട്ടു പോയേക്കുമെന്ന് കണക്കുകൂട്ടുന്നു. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട, നേമം മണ്ഡലങ്ങളിലെ വിജയസാധ്യതയിലാണ് സംശയം. വർക്കലയും ആറ്റിങ്ങലിലും വാമനപുരത്തും വട്ടിയൂർക്കാവിലും കടുത്ത മത്സരം നടന്നു. വിജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറയുമെന്നാണ് നിഗമനം കണക്കുകൂട്ടുന്നത്. കഴക്കൂട്ടം, പാറശാല എന്നിവിടങ്ങളിൽ വിജയപ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരം, കോവളം സീറ്റുകളിൽ പൊതു സ്വതന്ത്രരെയാണ് LDF മത്സരിപ്പിച്ചത്. എന്നാൽ ഈ 2 മണ്ഡലങ്ങളിലും CPM അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിജയസാധ്യതയെക്കുറിച്ചുള്ള സംശയമാണ് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നത്. സുധാകരൻ അവിടെ കളം നിറഞ്ഞുവെന്നാണ് നിഗമനം. സലാം വിജയിച്ചാൽ തന്നെ 4000 വോട്ടുകളുടെ വരെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചാൽ മതി. മലപ്പുറം ജില്ലയിലെ പ്രാഥമിക റിപ്പോർട്ടുകളിൽ കനത്ത തിരിച്ചടി സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി V അബ്ദുറഹ്മാൻ തിരൂരിൽ പരാജയപ്പെട്ടേക്കുമെന്നാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിനു പുറമെ താനൂരും ഇത്തവണ CPMനെ കൈവിടുമെന്നാണ് വിലയിരുത്തൽ. മലപ്പുറത്ത് പൂർണ്ണമായി തോൽക്കുമെന്നാണ് നേതാക്കൾ രഹസ്യം പറയുന്നത്. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്ന പീരുമേട് നിയമസഭാ മണ്ഡലം ഇത്തവണ നഷ്ടമായേക്കുമെന്നാണ് പാർട്ടി പ്രധാനമായും വിലയിരുത്തുന്നത്. ഇവിടെ UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന്
അനുകൂലമായുണ്ടായ തരംഗം തിരിച്ചടിയായേക്കാം. കഴിഞ്ഞ 2 തവണയും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സിറിയക് തോമസിനോടുള്ള വോട്ടർമാരുടെ മനോഭാവം ഇത്തവണ CPI സ്ഥാനാർത്ഥി K സലീം കുമാറിന് വെല്ലുവിളിയായെന്നാണ് പാർട്ടിയുടെ നിഗമനം. 25 വർഷമായി ഇടതുമുന്നണികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ വിജയിക്കും. ദേവികുളത്ത് അതിശക്തമായിരുന്ന മത്സരമെന്നതിനാൽ ഫലം പ്രവചനാതീതമാണ്. തൊടുപുഴ കഴിഞ്ഞ തവണയും UDF നേടിയതിനാൽ അത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നിങ്ങനെയാണ് പാർട്ടിയുടെ കണക്കുകൾ. എറണാകുളത്തെ UDFനെ ക്ലീൻ സ്വീപ്പാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും CPM അത് വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ ലഭിച്ച ജില്ലയിലെ ഇത്തവണ 1 സീറ്റ് അധികമായി നേടാനാവുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ട്. സിറ്റിംഗ് സീറ്റുകളായ കൊച്ചി, വൈപ്പിൽ, കുന്നത്തുനാട്, കളമശ്ശേരി, കോതമംഗലം എന്നീ 5 മണ്ഡലങ്ങളിലും ഇത്തവണ നിലനിർത്താൻ സാധ്യമാകുമെന്ന് പാർട്ടി അവകാശപ്പെടുന്നു. ഇതിനു പുറമെ മുൻപ് പാർട്ടിയുടെ പക്കലുണ്ടായിരുന്ന തൃപ്പൂണിത്തുറ മണ്ഡലം ഇത്തവണ അധികമായി നേടാനാകുമെന്നാണ് പ്രധാന വിലയിരുത്തൽ. കോതമംഗലത്തും കുന്നത്തുനാട്ടിലും അതിശക്തമായ മത്സരം നടന്നെങ്കിലും അവിടെ വിജയിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ആലുവ, തൃക്കാക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇത്തവണ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അവിടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നും CPM പ്രതീക്ഷിക്കുന്നു. ലോക്സഭ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുവിരുദ്ധ വികാരം ആഞ്ഞുവീശിയ കൊല്ലം ജില്ലയിലും പാർട്ടി പ്രതീക്ഷ വയ്ക്കുന്നു. 6 മുതൽ 9 സീറ്റുകൾ വരെ LDFന് ലഭിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കൊല്ലം, ചവറ, കുന്നത്തൂർ, കുണ്ടറ, പത്തനാപുരം എന്നീ 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായിരിക്കും. പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ നേരിടുന്ന ശക്തമായ മത്സരം ജില്ലാ നേതൃത്വം പ്രത്യേകം ചർച്ച ചെയ്തു. കുന്നത്തൂരിൽ വർഷങ്ങളായി MLA ആയിരിക്കുന്ന കോവൂർ കുഞ്ഞുമോനും കുണ്ടറയിൽ UDFൻ്റെ PC വിശ്വനാഥിനെ നേരിടുന്ന LDF സ്ഥാനാർത്ഥി SN സജീഷ് കുമാറും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. കഴിഞ്ഞ തവണ UDFനൊപ്പം നിന്ന കരുനാഗപ്പള്ളിയും കുണ്ടറയും ഇത്തവണ തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയും CPMനുണ്ട്. കാസർകോട്ടെ മണ്ഡലങ്ങളാണ് മറ്റൊരു ആശങ്ക. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായതായും അവിടെ 4900 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും മണ്ഡലം കമ്മിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഉദുമയിൽ 1500 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് റിപ്പോർട്ട്. പാർട്ടി വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകില്ലെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നുമാണ് നിഗമനം. മേൽപ്പറഞ്ഞതെല്ലാം CPMൻ്റെ വിലയിരുത്തലുകളാണ്. ഈ സർക്കാർ ഇനി ഒരു നിമിഷം പോലും തുടരാൻ പാടില്ലെന്ന ചിന്തിച്ച വോട്ടർമാരെ ഇപ്പോഴും CPMും LDFും തിരിച്ചറിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ശക്തമായ മത്സരങ്ങൾ നടന്നെന്ന് CPM പറയുന്ന മണ്ഡലങ്ങളിൽ പോലും പ്രതിഷേധ വോട്ടുകൾ കാണാതെ പോകുന്നു. വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ റിപ്പോർട്ട് പ്രിയങ്കരനായ ഫിർദൌസ് കായൽപുരമാണ് നമ്മൾക്ക് മുമ്പിൽ എത്തിച്ചത്. നെഞ്ചിൽ തീയുമായി CPM എന്ന തലക്കെട്ടിൽ കൃത്യമായും ഈ ഒരു തിരഞ്ഞെടുപ്പ് CPMനെ വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഇരിക്കുന്ന പല കൊമ്പുകളും മുറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായും UDF സംവിധാനത്തിൽ ഒരു ഭരണം തിരിച്ചു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ സന്തോഷം അവരുടെ ആ കണക്കുകൂട്ടൽ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. മെയ് 4 വരെ അവരുടെ സന്തോഷം നിലനിൽക്കട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ UDF തരംഗം ഇവിടെ തിരിച്ച് വന്നുകൊണ്ട് കൃത്യമായി തന്നെ UDF സംവിധാനത്തിൽ 100 സീറ്റിനപ്പുറം കൃത്യമായി തന്നെ വൻ മുന്നേറ്റം നടത്തി UDF വൻ തിരിച്ചുവരവ് നടത്തി ഭരണത്തിൽ തിരിച്ചെത്താൻ UDFന് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായും വോട്ടർമാർ അത് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമാണ്. ഏതായാലും ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയതാണ്. നെഞ്ചിൽ തീയുമായി CPM എന്ന തലക്കെട്ട്. ഏതായാലും ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി കണക്കാക്കുകയാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.